ഹരി ഓം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. ശ്രീ പതഞ്ജലി യോഗ സംസ്കാര സംഘടന മലയാളം എല്ലാ ചൊവ്വാഴ്ചയും നടത്തിവരുന്ന അദ്വൈതാമൃതം ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പഠനത്തിലേക്ക് എല്ലാ യോഗബന്ധുക്കളെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമിയെയും ബഹുമാന സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സ്വാമിജി. നമസ്തേ. പിന്നെ നമ്മുടെ ഗുരുസ്തുതി ദൈവദശകം പാരായണം ചെയ്യുന്നതിനായിട്ട് ശ്രീമതി ഉഷാമാധവനൊക്കെയും ആത്മോപദേശം 27, 28 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിനായിട്ട് മനോഹരിയൊക്കെയും 29, 30 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിന് സുധാക്കെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവദശകം. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാക്കണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക. ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഹരിയോ ഹരി ഓം. ആത്മോപദേശ ശതകം ശ്ലോകങ്ങൾ 27, 28. ഓ ഇരുളിലിരുന്നറിയും നാദാകുമാത്മാവറിവതു താനത നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്തു കർമ്മമായും അറിവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം
പുടമറിയുന്നതു തുര്യബോധമാകും. ജഡം അറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ഹരിയോ ഹരി ഓം. ചൊല്ലിക്കോളൂ. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായ മനുരു വേട്ടു നിരേക്കിൽ മായ മാറും. ജഡമറിവിലറിവിന്നു ചിന്തയില്ല. ജഡമറിവിലറിവിന്നു ചിന്തയിൽ ലോതെടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരങ്ങനായി മേൽ ഉടലിലമർന്നുഴലും നൂനം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. അപ്പൊ എല്ലാവർക്കും നമസ്തേ. ഗുരുപൂർണിമ ദിവസം വരികയാണ്. അങ്ങനെ ഗുരുപൂർണിമയോടനുബന്ധിച്ച് ഇന്ന് നമുക്ക് ധ്യാനം കുറച്ചൊന്ന് പരിചയപ്പെടാം. നിങ്ങളിൽ പലരും ധ്യാനം ചെയ്യുന്നവരുണ്ടാകും. ധ്യാനത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ യോഗ കേന്ദ്രമാണ്. എല്ലാവരും യോഗയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇപ്പൊ കൂടുതൽ വിശദീകരണം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒരു ചെറിയൊരു ആമുഖം നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളുടെ പതഞ്ജലി മഹർഷിയുടെ യോഗ ശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പോ ഇത്രയും തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ യമനിയമങ്ങള് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ. ആസനം നമുക്ക് സ്ഥിരം സുഖം ആസനം. അതിന് മഹർഷി കൊടുക്കുന്ന നിർവചനം അങ്ങനെയാണ്. സ്ഥിരമായിട്ട് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു പോസ്റ്റർ. അപ്പൊ നമ്മളിൽ പലർക്കും താഴെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പൊ നമ്മൾ ധ്യാനിക്കുന്നത് കസേരയിലിരുന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല. എങ്കിൽ പോലും ശരീരത്തിന്റെ കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കസേരയിൽ നിന്ന് ധ്യാനിക്കാം, കുഴപ്പമില്ല. ശരിക്കും നമ്മൾ ഇരിക്കേണ്ടത് തറയിലാണ്. നമ്മൾ ഒരു ധ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാറ്റ്, പണ്ടൊക്കെ ദർഭാസനം ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ എനർജി നമുക്ക് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നട്ടെല്ല് നിവർത്തി തല നിവർത്തി ഒക്കെ നമുക്ക് ഇരിക്കാനും ഒക്കെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നത് തറയിലാണ്. അപ്പൊ ആസന സിദ്ധി എന്ന് പറയുന്നത് 3 മണിക്കൂർ യാതൊരു ചലനവുമില്ലാതെ ആർക്കാണോ ഇരിക്കാൻ പറ്റുന്നത്
ഇപ്പൊ സിദ്ധാസനം, വജ്രാസനം, പത്മാസനം, ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആസനങ്ങൾ. അപ്പൊ നിങ്ങളിൽ ഏത് ആസനമാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. കസേരയിൽ ഇരിക്കുന്നവർക്ക് വേറെ അതിനകത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേറെ ആസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലര് കട്ടിലിൽ ഇരുന്നിട്ട് ധ്യാനിക്കാറുണ്ട്. അപ്പോ കുഷനിലൊക്കെ ഇരുന്നാലുള്ള ഒരു പ്രശ്നം, നമ്മുടെ ബെഡ് ഒക്കെ കുറച്ച് സ്പോഞ്ച്, അതിന് സോഫ്റ്റ്നെസ് കുറച്ച് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് നട്ടെല്ല് നിവർത്തിയിരിക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ കുഴിഞ്ഞു പോകും, ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴിയും. അപ്പൊ അതുകൊണ്ട് കാലൊന്നും ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോ എപ്പോഴും നമ്മൾ നട്ടെല്ല് നിവർത്തി ഏത് ആസനത്തിലാണോ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത്, അപ്പൊ ചുരുങ്ങിയത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിവർന്നിരിക്കാനായിട്ട് പറ്റണം. അപ്പൊ അത് ഒറ്റയടിക്ക് നമുക്കത് പറ്റണമെന്നില്ല, നമ്മൾ കുറേശ്ശെ സമയം കൂട്ടിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ ആസനയെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും നമ്മൾ ഇരിക്കുന്നതിനെ കുറിച്ച് അത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾ വേറെ പഠിക്കുന്നതാണ്. ഈ ആസനം നമുക്ക് എന്തുകൊണ്ടാണ് മഹർഷിമാര് 3 മണിക്കൂർ സ്റ്റഡി ആയിട്ട് നട്ടിലൊക്കെ നിവർത്തി നമുക്ക് ഇരിക്കാൻ പറഞ്ഞതിന്റെ കാരണം, അടുത്ത സ്റ്റെപ്പിലേക്കാണ് പ്രാണായാമം വരുന്നത്. യമം, നിയമം, ആസനം കഴിഞ്ഞിട്ടാണ് പ്രാണായാമം. അതിന്റെ കാരണം നട്ടെല്ലും ശരീരവും കഴുത്തും തലയും ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിതമായി കിടക്കുന്ന ശക്തി ഉണർന്ന് നട്ടെല്ലിന്റെ സുഷുമ്നാ നാഡിയിലൂടെ അത് മുകളിലേക്ക് വരണമെങ്കിലും, അതേപോലെ തന്നെ നമ്മളുടെ നാഡികളെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിലും, ആ നാഡികളിലേക്കുള്ള പ്രാണന്റെ ഫ്ലോ കറക്റ്റ് ആകണമെങ്കിലും ഒക്കെ ഈ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ പലപ്പോഴും പലരും കുറച്ച് ഒരു ഈസി ആയിട്ട് നമുക്കൊരു ഇത് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം ഇതാണ്. അപ്പൊ നമ്മുടെ നട്ടെല്ല് നിവർന്നിരുന്നാൽ മാത്രമേ മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ശരിയായിട്ടുള്ള പ്രാണന്റെ ഫ്ലോ നാഡികളിലൂടെയും അതുപോലെ തന്നെ മറ്റ് കോശങ്ങളിലേക്കും നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലൂടെ വരുന്ന ആ പ്രാണൻ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും കൃത്യമായിട്ട് എത്തണമെങ്കിൽ ഈ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് സ്ഥിരം സുഖം ആസനം എന്ന് മഹർഷിമാര് നിഷ്കർഷിച്ചിരിക്കുന്നത്. അവരത്രയും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലം മാറിയപ്പോ നമ്മുടെ സൗകര്യത്തിന് നമ്മളത് ഡൈല്യൂട്ട് ചെയ്തു. ആ ഡൈല്യൂട്ട് ചെയ്തത് നമുക്ക് അപകടം തന്നെയാണ്. അതുകൊണ്ട് ഡൈല്യൂഷൻ നമുക്ക് വേണ്ട. നമുക്ക് പരമാവധി കുറച്ച് സമയം നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ പ്രാണനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മനസ്സുമായിട്ട് വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അത് കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, എങ്കിലും ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ഒരു അംശമാണ് പ്രാണൻ. സ്ഥൂലമായിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരം. അപ്പൊ അതുകൊണ്ട് തന്നെ മഹർഷിമാര് താമസികവും രാജസികവും സാത്വികവുമായിട്ടുള്ള ഭക്ഷണ രീതികൾ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതികൾ അവലംബിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രാണനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനും കൂടുതൽ അത് പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നത്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം തമസും രജസും അതിനെ രണ്ടും നമ്മൾ പരമാവധി ഒഴിവാക്കുക. അപ്പോ ഭഗവത്ഗീതയില് ഈ താമസികമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും രാജസികമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും സാത്വികമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ഗീത പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് പ്രാണായാമത്തിലേക്ക് നമ്മൾ വളരെ ഗൗരവപൂർവം കടക്കുമ്പോൾ
കാരണം നമ്മുടെ ധ്യാനത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് മഹർഷിമാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആ മുന്നൊരുക്കങ്ങൾ കറക്റ്റ് അല്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോ ഭക്ഷണം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ കൂടുതൽ അലഞ്ഞ് നടക്കുന്ന, നമ്മൾ വളരെയധികം ടെൻസ് ആയിരിക്കുക, നമുക്ക് വർക്ക് ലോഡ് അധികമായിരിക്കുക, അതുപോലെ നമ്മുടെ ഭക്ഷണം ശരിയല്ലാതിരിക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ അത് ഇതാവില്ല. അപ്പോ അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ സേഫായിട്ടുള്ള ഒരു സമയം അതിനുവേണ്ടി കണ്ടെത്തണം, നമുക്ക് റിലാക്സ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ പരമാവധി ആ രീതിയിലേക്ക് ഒരു ട്യൂണിങ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഭക്ഷണം, അതേപോലെ നമ്മുടെ ഈ മനസ്സുമായിട്ട് അതിന് നമുക്ക് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് ശരീരത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ശരീരം നിലനിൽക്കുന്നത് നമ്മുടെ ചൈതന്യത്തിലുമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ആസനം, പ്രാണായാമം, പ്രാണന്റെ ആയാമത്തിലൂടെ, പ്രാണന്റെ നിയന്ത്രണത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. അപ്പോ ഗീതയിൽ അത് കൃത്യമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് അർജുനന്റെ സംശയത്തിന് ഉത്തരമായിട്ട്. നമുക്ക് മറ്റു പലതിനെയും വേണമെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താം, പക്ഷെ നമുക്ക് വായുവിനെ, അല്ലെങ്കിൽ വായുവിനെ വേണമെങ്കിലും തടഞ്ഞു നിർത്താം, പക്ഷെ മനസ്സിനെ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ. അപ്പൊ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടും അഭ്യാസം കൊണ്ട് വിരക്തി കൊണ്ടൊക്കെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ യോഗയിൽ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തെ നമ്മൾ ഒരു പരിധി വരെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണനെ ആ രീതിയിൽ കൊണ്ടുവരാം. പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റുമ്പോൾ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ മനയവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത് ഒരു മനസ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾ എങ്ങനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ പ്രാണായാമം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് അടുത്തൊരു സ്റ്റെപ്പാണ് പ്രത്യാഹാരം. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം വെളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുക, വിഡ്രോ ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. വെളിയിൽ പോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോ അതെങ്ങനെ സാധിക്കും? നമ്മൾ അറിവ് ഉപയോഗിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ ജബർദസ്തി, നമ്മൾ ഫോഴ്സ്ഫുള്ളി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. കുറച്ച് ഫോഴ്സ് കൊടുക്കണം, പക്ഷെ അതേ സമയത്ത് അറിവ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പതിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് അത് പല പ്രലോഭനങ്ങളിൽപ്പെട്ടും വെളിയിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം. അപ്പൊ അതിന്റെ കാഠിന്യം കുറയും. അല്ലെങ്കിൽ വളരെ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കുമ്പോൾ അത് അത്ര നല്ലതല്ല. അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളിലേക്ക് അത് പോകും. അപ്പൊ കടുംപിടുത്തം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നല്ലതല്ല, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള വഴിയിൽ ഒട്ടും നല്ലതല്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിന്റെ അർത്ഥം മനസ്സ് പറയുന്ന സ്ഥലത്തേക്കെല്ലാം ഓടിപ്പോകുക എന്നുള്ളതല്ല. മനസ്സിനെ വരുതിയിൽ വരുത്താൻ വേണ്ടി നമ്മൾ തൽക്കാലം ഒരു ഫ്ലെക്സിബിലിറ്റി, പ്രധാനപ്പെട്ടതിലൊന്നും നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അപ്പോ അങ്ങനെ പ്രത്യാഹാരം നമുക്ക് ഉണ്ടാകണം. പിന്നെയോ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പ്രത്യാഹാരം, ധാരണ. അപ്പോ ഇത്രയും പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് ധാരണയിലേക്ക്, അതായത് എഫർട്ട്ഫുൾ കോൺസെൻട്രേഷൻ ആണ്, ഒരു പ്രത്യേക ഇതിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എഫർട്ട് ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് ബലം ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ എഫർട്ട്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മനസ്സിനെ ഒരു പ്രത്യേക ഇതിലേക്ക് നമ്മൾ ഏകാഗ്രപ്പെടുത്തണം. അത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് നമ്മുടെ ധ്യാനത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ എഫർട്ട്ലെസ് കോൺസെൻട്രേഷൻ ആണ് ധ്യാനം.
എഫേർട്ട്ഫുൾ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ധാരണ. അപ്പൊ ഈ ധ്യാനം കഴിഞ്ഞിട്ടാണ് സമാധിയിലേക്ക് പോകുന്നത്. അപ്പൊ 7ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ ധ്യാനം സംഭവിക്കേണ്ടത്. അപ്പൊ ഈ ധ്യാനത്തിൽ നമുക്കൊരു രൂപം ഉണ്ടാകും, അല്ലെങ്കിൽ നാമമുണ്ടാകും. നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തും. ഒരു രൂപത്തിലോ പ്രകാശത്തിലോ നമ്മുടെ ഇഷ്ടദേവതയിലോ ഓങ്കാരത്തിലോ അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഒരു ധ്യാനത്തിന്റെ തലത്തിൽ നമ്മൾ മനസ്സിനെ ആ രീതിയിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ഈ രൂപങ്ങളെല്ലാം വിട്ടുകൊണ്ട് നമ്മൾ പോകുന്ന ആ ഒരു തലമാണ് നമ്മുടെ സമാധി എന്ന് പറയും. അപ്പൊ സമാധിയിലും കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയും. അത് നമ്മളിപ്പോ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ജസ്റ്റ് നമുക്കൊരു ഐഡിയ നമുക്ക് വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ ഈ ധ്യാന പ്രക്രിയയിൽ ഇതെല്ലാം വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സങ്കല്പം കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരും. അപ്പോ അതാണ് നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ നിരന്തരം നമുക്കൊരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ടൈം കണ്ടെത്തണം. ഏർലി മോർണിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ടൈം എന്ന് പറയുന്നത്. അതായത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും. ഏർലി മോർണിംഗ് 3 to 6 o'clock ആണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോ ആ സമയത്ത് നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ പ്രകൃതിയുടെ ടെമ്പറേച്ചറുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. 2 ടെമ്പറേച്ചർ അല്ല, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ നമ്മുടെ ശ്വാസക്രമം ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഒരു മൂക്കിലൂടെ ഒരു നോസ്ട്രിലൂടെ നമ്മൾ എടുക്കുന്ന ശ്വാസം അത് ഒന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ആയിരിക്കാം, മേ ബി ലെഫ്റ്റോ റൈറ്റോ. ഇത് രണ്ടും ഒരേപോലെ ഓപ്പൺ ആയിരിക്കില്ല ഇപ്പോ ആരുടെയും. അതുപോലെ അത് ഒരുപാട് വേരിയേഷൻസ്, അതായത് പാർഷ്യലി ഒരു മൂക്ക് ബ്ലോക്ക് ആയിരിക്കും, ഒരു മൂക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആയിരിക്കും. നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിന് മറ്റു അസ്വസ്ഥതകളൊന്നുമില്ലാത്ത അസുഖങ്ങളില്ലാത്ത ആളുകൾ ചെക്ക് ചെയ്താൽ അറിയാം, ഒരു മൂക്ക് എപ്പോഴും ഫുൾ ഓപ്പൺ ആയിരിക്കും, മറ്റേ മൂക്ക് ഭാഗികമായിട്ട് അടഞ്ഞിരിക്കും. അതിന്റെ കാരണം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള നോസ്ട്രിലൂടെ ബ്രീത്തിങ് കൂടുതൽ സംഭവിക്കുമ്പോൾ അത് ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. ഓട്ടോമാറ്റിക് AC സിസ്റ്റമാണ്. അത് ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. അത് ഇടാനാഡിയാണ്. അപ്പൊ നമുക്ക് 3 പ്രധാനപ്പെട്ട നാഡികളുണ്ട്. നട്ടെല്ലിന്റെ ഇടതുവശത്തൂടെ പോകുന്ന നാഡി ഇടാനാഡിയും വലതുവശത്തൂടെ പോകുന്നത് പിങ്കള നാഡിയാണ്. അപ്പൊ വലത് മൂക്കിലൂടെ നമ്മുടെ ശ്വാസം കൂടുതൽ എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് ചൂട് കൂടുതൽ കിട്ടുന്ന, ശരീരം ചൂടാക്കുന്നതാണ്. ഇപ്പൊ ചിലർ എത്രയൊക്കെ കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും നന്നാകാറില്ല. അതിന്റെ ഒരു കാരണം ഈ വലത് മൂക്ക് അവർക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടാകും. ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോ 1.5 മണിക്കൂർ ഒരു മൂക്ക് ഓപ്പൺ ആയിരിക്കും, മറ്റേ മൂക്ക് ഭാഗികമായിട്ട് ബ്ലോക്ക് ആയിരിക്കും. അപ്പോ ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ മൂക്ക് ഓപ്പൺ ആവും, ഇത് ഭാഗികമായിട്ട് ക്ലോസ് ആവും. ഇത് പ്രകൃതിയുടെ ഇവിടുത്തെ ഒരു നിയമമാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല. അപ്പൊ യോഗ ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് അത് അറിയാം, എങ്കിൽ പോലും അതിന് വേണ്ടുന്നുള്ള ഒരു ശ്രമം. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നത്. അപ്പോ ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതിന്റെ കാരണം, ഏർലി മോർണിംഗ് 3 തുടങ്ങി 6 മണി വരെ, 3 to 6 o'clock വരെ ഇതിനകത്ത് 2 മൂക്കും ഒരേപോലെ പ്രവർത്തിക്കുന്ന സമയമാണ്. നമ്മുടെ 2 മൂക്കും ഒരേപോലെ പ്രവർത്തിക്കുന്ന
ഓപ്പൺ ആകുന്ന ഒരു സമയം ഈ സമയത്താണ്, ബ്രാഹ്മ മുഹൂർത്തത്തിലാണ്. അത് അവരവർ കണ്ടുപിടിച്ചോളണം. ഈ 3 മണിക്കൂറിനുള്ളിൽ മനസ്സ് അത്ര, കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, നമുക്ക് ജലദോഷമോ അല്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഇത് ശരിയാവത്തില്ല. നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, വേറെ ശരീരത്തിന്, ഇന്ദ്രിയങ്ങൾക്ക്, അതുപോലെ ഗ്ലാൻസിന്, മറ്റുള്ള ഇതിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സമയത്ത് 2 മൂക്കും ഒരേപോലെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മുടെ പ്രാണായാമവും നമ്മുടെ ധ്യാനവും നടക്കാൻ. കാരണം എന്താണ്? ഈ സമയത്ത് 2 നാഡികളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ കാമായിരിക്കും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പോലെ തന്നെയാണ് പുറത്തുള്ള ടെമ്പറേച്ചർ. അപ്പോ ഈ മനസ്സിന്റെ ഓട്ടം വളരെ നോർമൽ ആയിരിക്കും, വലിയ ബഹളമൊന്നും വെക്കത്തില്ല. അപ്പോ പ്രാണനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാനും എളുപ്പമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് മഹർഷിമാര് പറയുന്നത്, ഏർലി മോർണിംഗ്, ബ്രാഹ്മ മുഹൂർത്തത്തില് എല്ലാവരും എഴുന്നേറ്റ് ജപിക്കുകയും ധ്യാനിക്കുകയും പ്രാണായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രാണായാമം ചെയ്തിട്ടാണ് ധ്യാനിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ അതിനൊരു രഹസ്യമുണ്ട്, ഇതൊരു സീക്രട്ടാണ്. അപ്പൊ ഈ സീക്രട്ടുകൾ പൊതുവെ പലരും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അവർക്കത് അറിയാത്തവരുണ്ട്, അറിയുന്നവര് ബോധപൂർവം പറഞ്ഞു കൊടുക്കാറുമില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വെളുപ്പിന് നിങ്ങൾ എത്ര മണിക്ക് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റും? അപ്പൊ 3 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിലും 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 മണി തുടങ്ങി നമുക്ക് നമ്മുടെ മറ്റു ഷെഡ്യൂളുകളിലേക്കൊക്കെ പോകും. ഇപ്പൊ അമ്മമാർക്കൊക്കെ ആണെങ്കിലും അടുക്കളയിൽ കയറണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് പോവാം. അപ്പോ നമുക്ക് സമയം സേഫ് ആയിരിക്കും, ഫോൺ ശല്യപ്പെടുത്തത്തില്ല, മറ്റാരും ഒന്നും ശല്യപ്പെടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സമയം, രാവിലത്തെ സമയം അവരവർ സെലക്ട് ചെയ്യാം. വൈകുന്നേരം സന്ധ്യയാകുമ്പോഴാണ്. അപ്പൊ സന്ധ്യാസമയത്ത് നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോ എന്ത് ചെയ്യും? നമ്മൾ വന്നിട്ട് അതിനൊരു സേഫ് ആയിട്ടുള്ള സമയം കണ്ടെത്തുക, ആ സമയത്ത് ചെയ്യുക. അപ്പൊ ഒരു ദിവസം നമുക്കൊരു മിനിറ്റെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് മതി. പിന്നെ ഗ്രാജുവലായിട്ട് നമുക്ക് സമയം കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഏകദേശ രൂപം, ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യാന്നുള്ളത്. നമ്മുടെ വീട്ടില് നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിലാണ് നമുക്ക് ഏറ്റവും നല്ല സ്ഥലം. കാരണം നമ്മുടെ മറ്റുള്ള കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം വീട്ടിൽ കണ്ടെത്തുക. പൂജാ റൂം, അവിടെ മറ്റുള്ള ദേവതകളും ഒക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ രാവിലെ തന്നെയാണ് നമ്മൾ അവിടെ വരുന്നതെങ്കിൽ ആ പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് എന്നിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ചന്ദനത്തിരി ഒരെണ്ണം കത്തിച്ചു വെക്കാം. അലർജി ഉള്ളവരാണെങ്കിൽ ചന്ദനത്തിരി കത്തിക്കണമെന്നില്ല. നല്ല സുഗന്ധമുള്ള പുഷ്പം കുറച്ച് പണിയെടുത്ത് വെക്കാം, അത് വെച്ചാൽ മതി. അപ്പോ എന്നിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ അതുപോലെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ്, ആ ബ്ലാങ്കറ്റ്, അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഇതിന് മാത്രം ഉപയോഗിക്കാം. നമുക്ക് ജപിക്കാനും ധ്യാനിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ജപമാല ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ ജപമാല ഇല്ലെങ്കിൽ ഒരു ജപമാല വാങ്ങിക്കുക. രുദ്രാക്ഷത്തിന്റെയോ തുളസിയുടെയോ ചെറിയ മാല കിട്ടും, അത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഏകദേശം ഒരു കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാല നമുക്ക് ദിവസം ജപിക്കണം. അപ്പോൾ ആ മാല ജപിക്കുമ്പോൾ 108 പ്രാവശ്യം, ഒരു മാല എന്ന് പറയുന്നത് 108 മുത്താണ്. അപ്പൊ 108 പ്രാവശ്യം മന്ത്രം ജപിക്കുക എന്നുള്ളത് മിനിമം. അപ്പൊ അത്രയും ജപിക്കാൻ സമയമില്ലാത്തവർക്ക് ഇപ്പൊ വലിയ മന്ത്രങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാകാം. ഇനി മന്ത്രദീക്ഷ എടുത്തിട്ടില്ല എങ്കിൽ തൽക്കാലം
അവരവരുടെ ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കാം. അപ്പോൾ ശിവനാണെങ്കിൽ ഓം നമഃശിവായ എന്നുള്ളത് മന്ത്രമാണ്. പിന്നെ ഗണപതിയാണെങ്കിൽ ഓം ഗണപതയെ നമഃ എന്ന് മന്ത്രമുണ്ട്. ദേവിയാണെങ്കിൽ ഓം മഹാദേവ്യൈ നമഃ എന്ന് ജപിക്കാം. സരസ്വതി ആണെങ്കിൽ ഓം ഐം സരസ്വത്യൈ നമഃ എന്ന് ജപിക്കാം. ഇങ്ങനെ ഏതാണോ നമ്മുടെ ഇഷ്ടദേവത, ആ ഇഷ്ടദേവതയുടെ മൂലമന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. അപ്പോ മാലയുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ആ മാല അതിൽ നമുക്ക് എണ്ണം പിടിക്കാൻ പറ്റും. അപ്പൊ അത്രയും സംഭവങ്ങൾ നമുക്ക് തയ്യാറെടുപ്പ്, നമ്മുടെ പൂജാ റൂമിൽ നമ്മൾക്ക് ഇരിക്കാനുള്ള ഒരു ആസനമായി. പിന്നെ നമ്മളൊരു പൊസിഷൻ, നമുക്ക് സിദ്ധാസനമോ അല്ലെങ്കിൽ വജ്രാസനമോ പത്മാസനമോ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പറയാനുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്, ഇനി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ കറക്റ്റ് ആക്കിയിരിക്കുക. ചിലരൊക്കെ പത്മാസനത്തിൽ ഇരിക്കുന്നുണ്ട്, ചിലർ സിദ്ധാസനത്തിൽ ഇരിക്കുന്നുണ്ട്, ചിലർ കസേരയിൽ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ എവിടെ ഇരുന്നാലും കൃത്യമായിട്ട് തറയിലിരിക്കുന്ന ആൾക്കാർ നട്ടെല്ല് നിവർത്തിയിരിക്കുക, കസേരയിൽ ഇരിക്കുന്നവരും നല്ലവണ്ണം നട്ടെല്ല് നിവർന്നിരിക്കണം. അത് ശ്രദ്ധിക്കുക. കൈ രണ്ടും നമുക്ക് ചിന്മുദ്ര എല്ലാവർക്കും അറിയാലോ, എങ്കിലും ഞാൻ പറയാണ്. നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ ചേർത്ത് വെക്കണം. മറ്റു 3 വിരലുകൾ നിവർത്തി പിടിക്കണം. അപ്പൊ ഈ ചിന്മുദ്ര എന്ന് പറയുന്നത് ചിത്ത്, ചൈതന്യം. അപ്പൊ നമ്മുടെ ജീവാത്മ പരമാത്മ ഐക്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ചിന്മുദ്ര പിടിക്കുന്നത്. അപ്പൊ 2 കൈയും ചിന്മുദ്രയിൽ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോ മറ്റു 3 വിരലുകൾ നമ്മൾ നിവർത്തി വച്ചിരിക്കുന്നത്, ഒന്ന് നമുക്ക് തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം, ഈ 3 ഗുണങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ 3 വിരൽ നമ്മൾ നിവർത്തി വെക്കുന്നത്. അപ്പൊ ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പൾസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അറിയാൻ പറ്റും. നേരെ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പൾസേഷൻ ഫീൽ ചെയ്യും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. ആ ചിന്മുദ്രയുടെ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് അവരവർ കണ്ടുപിടിച്ചോളണം. ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കണ്ണടച്ചിങ്ങനെ നമ്മളിരിക്കും, നമ്മളപ്പോ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ 2 കൈയും മുട്ടുകാലിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ മടിയിൽ നമുക്ക് ഈ 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുക. അപ്പൊ എല്ലാവരും ആ രീതിയിൽ ഇരിക്കുക. പിന്നെ ഇനി കണ്ണടച്ചു വെക്കാം. ഇനി ആരും കണ്ണ് തുറക്കണമെന്നില്ല. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ കണ്ണടച്ച് നമ്മള് ശരീരം നിവർത്തി, നട്ടെല്ലൊക്കെ നിവർന്ന്, നമ്മുടെ കഴുത്തൊക്കെ നിവർത്തി, ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. യാതൊരുവിധ ടെൻഷനും നമ്മുടെ യാതൊരു ഭാഗത്തും, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഒരു 3 പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടുക. ഡീപ് ഇൻഹേൽ ആൻഡ് എക്സേൽ സ്ലോലി. അപ്പൊ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അതുപോലെ തന്നെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടണം. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പ്രാണൻ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എൻ്റർ ആകുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. നമ്മൾ എക്സേൽ ചെയ്യുമ്പോൾ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, നമ്മുടെ ശ്വാസകോശത്തിലും ബോഡിയിലുമൊക്കെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പോകുന്നതും നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഈ മനസ്സ് പെട്ടെന്ന് ശാന്തമായിക്കോളും. നമ്മളൊരു 3 പ്രാവശ്യം ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുമ്പോൾ മനസ്സിന്റെ ഓട്ടമൊക്കെ നിലച്ച് നമ്മുടെ
ബ്രീത്തിങ് പ്രോസസ്സിലേക്ക് നമുക്ക് ഏകാഗ്രപ്പെടുത്താൻ പറ്റും. അതിനുശേഷം നമ്മളുടെ ചുറ്റുപാടും നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, അപ്പൊ നമ്മുടെ ശരീരത്തിന് ചുറ്റും നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, സങ്കല്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഭൂതങ്ങൾക്കും, പഞ്ചഭൂതങ്ങൾക്കും മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളിൽ നിന്ന്, എന്നിൽ നിന്ന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഭൂതങ്ങൾക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ എനർജിയിൽ പോസിറ്റീവ് എനർജിയാണ്. കാരണം അവരെല്ലാവരും, എല്ലാത്തിനും ശാന്തി ഉണ്ടാകണം. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 3 പ്രാവശ്യം ഓം ചാൻഡ് ചെയ്യാം. അപ്പൊ ദീർഘമായിട്ട് ഓം ഞാൻ ചൊല്ലാം. ഓ എല്ലാവരും ആ ഓം ഒരേ ശബ്ദത്തിൽ ഒന്ന് ചൊല്ലുക. ഇനി അതുപോലെ തന്നെ വീണ്ടും ഓം ചൊല്ലാം. ഓ മൂന്നാമത്തെ ഓം ഓ അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഓം ചാൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ആ ഓം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് ആരംഭിക്കുന്ന ഓം നമ്മുടെ ഓരോ ചക്രങ്ങളിലൂടെ വന്ന് നമ്മളുടെ കാതിന് കേൾക്കാവുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് എല്ലാ ചക്രങ്ങളിലൂടെയും കടന്നാണ് പരാ പശ്യന്തി വൈഖരി ശബ്ദത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഓങ്കാരത്തിന്റെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഘടന. അപ്പൊ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ആ ഓങ്കാരത്തിന്റെ വൈബ്രേഷൻ നട്ടെല്ലിന്റെ നടുക്കുള്ള സുഷുമ്നാ നാഡിയിലൂടെയാണ് അതിങ്ങനെ പ്രവഹിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഓരോ ചക്രങ്ങളിലൂടെയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അതിന്റെ ആ ഒരു വൈബ്രേഷൻ, എനർജിയുടെ ഒരു ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അതിനുശേഷം നമ്മളുടെ ഗായത്രി മന്ത്രം
ഒരു 3 പ്രാവശ്യം ചാൻഡ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഒരേ ശബ്ദത്തിൽ, ഒരേ ട്യൂണിൽ ഗായത്രി മന്ത്രം നമ്മുടെ മനസ്സിൽ ചൊല്ലിയാലും മതി. അതല്ല എല്ലാവർക്കും ഒരേ ശബ്ദത്തോടു കൂടി ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലാം. അപ്പൊ നമ്മൾ തനിയെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചൊല്ലുക. ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ മന്ത്രം 3 പ്രാവശ്യം നമ്മൾ മനസ്സിൽ ചൊല്ലുക. അതിനുശേഷം നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പകർന്നു തരുന്ന ഗുരു പരമ്പരയുണ്ട്. ഇന്ന് വരെ നമ്മൾക്ക് വിസിബിളായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുക്കന്മാരും ഇൻവിസിബിളായിട്ട് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എന്ന് തുടങ്ങി എത്രയോ അറിവിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ള, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഗുരുക്കന്മാരുൾപ്പെടെ അവർക്കെല്ലാവർക്കും അവരെല്ലാ അനുഗ്രഹം നമുക്ക് വേണം. കാരണം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ജപ ധ്യാനാദികളിൽ അവരുടെ അനുഗ്രഹം അനുപേക്ഷണീയമാണ്. അവരുടെ അറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അനർഘമായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ ഭണ്ഡാരം നമുക്ക് തുറന്നു തന്നിട്ടുള്ള, അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന. ഒരിക്കലും അഹങ്കാരത്തോടു കൂടി പെരുമാറാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകരുത്. സമയാസമയങ്ങളിൽ നമ്മൾക്ക് അറിവുകൾ പകർന്നു തരുവാനുള്ള ആ ഒരു വിശാല മനസ്കത, കാരുണ്യം, ദയ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുള്ളതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മന്ത്രം ചൊല്ലി നമസ്കരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന, കാരണം എല്ലാ ഗുരുക്കന്മാരെയും നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന മന്ത്രമാണ് ഓം ഗുരുഭ്യോ നമഃ. അപ്പൊ എല്ലാ ഗുരുക്കന്മാരും അതിൽ വന്നിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും സങ്കല്പിച്ചുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ രീതിയിൽ മാനസികമായി നമ്മൾ ദണ്ഡ നമസ്കാരം, അവരുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കേണ്ടത്. അവരുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോ നമ്മളുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം മുന്തി നിന്നാൽ നമുക്കത് നേടാൻ പറ്റാതെ വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മളെ നേരായ മാർഗത്തിലേക്ക് ഇനിയും നയിക്കുവാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് നമസ്കരിക്കുക.
അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രക്രിയ, ജപ ധ്യാനാദികൾ, അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിർവിഘ്നം അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കുവാൻ നമ്മളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിനായക ഭഗവാനാണ്, വിഘ്നേശ്വരൻ. അതുകൊണ്ട് ആ വിഘ്നേശ്വരന്റെ അടുത്തും ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാത്തിനും ക്ഷമ. അതുപോലെ ഈ ജപധ്യാനാദികളിൽ വന്ന് ഭവിച്ചേക്കാവുന്ന വിഘ്നങ്ങളെയെല്ലാം മാറ്റി യഥാസ്ഥാനത്ത് എത്തുവാൻ, ഈ ജന്മത്തെ തന്നെ എത്തുവാൻ അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ എപ്പോഴും ഉണ്ടാകണമേ എന്നുള്ള സങ്കല്പത്തോടുകൂടി വിനായക ഭഗവാനെയും ഓം ഗംഗണപതയേ നമഃ എന്ന മന്ത്രം ചൊല്ലി നമസ്കരിക്കുക. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു വിരിഞ്ഞ താമരയെ സങ്കല്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ഒരു താമര. അതിന്റെ കളറ് നിങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ആ താമരയുടെ നടുക്കുള്ള പീഠത്തിൽ നമ്മളുടെ ഇഷ്ടദേവതയെ, എല്ലാവർക്കും ഓരോരോ ഇഷ്ടദേവത ഉണ്ടാകും. ആ ഇഷ്ടദേവത ഏതാണെന്ന് അവരവർ സങ്കല്പിക്കുക. ശിവനോ വിഷ്ണുവോ ഗണപതിയോ ദേവിയോ ആരെങ്കിലും ആകാം. ഏതാണോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്, അതിനെയാണ് ഇഷ്ടദേവത എന്ന് പറയുന്നത്. ആ ഇഷ്ടദേവതയെ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മൾ ഈ താമരയുടെ നടുക്കുള്ള പീഠത്തിൽ ഉപവിഷ്ടനാക്കുക. ഇപ്പൊ സുസ്മേര വദനനായി, അനുഗ്രഹദാതാവായി, പ്രകാശസ്വരൂപമായി വിളങ്ങുന്ന ആ ഇഷ്ടദേവതയെ നമ്മുടെ ഹൃദയ പത്മത്തിൽ, ആ പത്മത്തിന്റെ നടുക്കുള്ള പീഠത്തിൽ ഉപവിഷ്ടനാക്കി നമസ്കരിക്കുക. മനസ്സുകൊണ്ട് ആ ഇഷ്ടദേവതയെ നമസ്കരിക്കുക. അതിനുശേഷം ആ ഇഷ്ടദേവതയിലേക്ക് നമ്മൾ മുൻപ് സങ്കല്പിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടുള്ള ഗുരുക്കന്മാരെയും വിനായകനെയും ഈ രൂപത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കുകയാണ്. ആ ഗുരുക്കന്മാരുടെ രൂപത്തെ ഈ ഇഷ്ടദേവതയുടെ രൂപത്തിലേക്ക് നാം ലയിപ്പിക്കുകയാണ്. കാരണം ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി, സത്യം ഒന്ന് മാത്രമാണുള്ളത്. പക്ഷേ നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി ജ്ഞാനികളായിട്ടുള്ള വിപ്രാഹ അവരെന്ത് ചെയ്തു? പല രൂപങ്ങളും പല നാമങ്ങളും അതിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോ ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഭാവത്തിനനുസരിച്ച് ഒരു രൂപവും ഒരു നാമവും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ചൈതന്യം തന്നെയാണ് ഈ ഇഷ്ടദേവത. അതുകൊണ്ടാണ്
എല്ലാം ഈ രൂപത്തിലേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ മനസ്സിന് ഏകാഗ്രപ്പെടുത്തുവാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ആ ഒരു ഇഷ്ടദേവതാ സ്വരൂപത്തിലേക്ക് നമ്മൾ അതിനെല്ലാം ലയിപ്പിക്കുകയാണ്. ഇത് കൂടാതെ ആരെങ്കിലും വേറെ ദേവതകൾ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ, പലർക്കും പല പല ദേവതകളും പിന്നെയും ഉണ്ടാകാം. പല ക്ഷേത്രങ്ങളിൽ പോകുന്നു, പല വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ദേവതകളെ എല്ലാത്തിനെയും ഈ ഇഷ്ടദേവതയിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ഇഷ്ടദേവതാ രൂപത്തിലേക്ക് ലയിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇഷ്ടദേവത. ഓരോരുത്തരുടെയും ഇഷ്ടദേവത മാത്രമാണ് നമ്മുടെ ഹൃദയപത്മത്തിൽ സുസ്മേരവദനായി വിരാജിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഇഷ്ടദേവതയുടെ പാദപത്മങ്ങളിൽ നമ്മൾക്ക് പലതും സമർപ്പിക്കുവാനായിട്ടുണ്ട്. മുൻപ് നമ്മൾ സങ്കല്പിച്ച പോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ചുറ്റുപാടും ഉള്ളവർക്കുമെല്ലാം സദ്ബുദ്ധി പ്രദാനം ചെയ്യണമേ. അവർക്ക് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യണമേ. എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ജപ ധ്യാനാദികളിൽ പരിപൂർണമായി വിജയിക്കുന്നതിന്, എൻ്റെ മനസ്സ് പരിപൂർണമായി അങ്ങയിൽ ലയിപ്പിക്കുന്നതിന് അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമേ. യാതൊരു കാരണവശാലും മനസ്സും ഇന്ദ്രിയങ്ങളും മറ്റെങ്ങും പോകാതെ അങ്ങയുടെ ആ ദിവ്യമായ പ്രകാശ സ്വരൂപത്തിൽ ലയിച്ച് ചേരണമേ. അങ്ങനെ സങ്കല്പിച്ചിട്ട് ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ഇന്ന് തൽക്കാലം 27 പ്രാവശ്യം ജപിച്ചാൽ മതി. 108 നമ്മൾ ജപിക്കേണ്ടത്. അപ്പോ അവരവരുടെ ദേവതയുടെ മൂലമന്ത്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവനാണ് ഇഷ്ടദേവതയെങ്കിൽ ഓം നമ ശിവായ, മുരുകനാണ് എങ്കിൽ ഓം ശരവണ ഭവ, ദേവിയാണെങ്കിൽ ഓം മഹാദേവ്യൈ നമഃ, സരസ്വതിയാണെങ്കിൽ ഓം ഐം സരസ്വത്യൈ നമഃ. അങ്ങനെ അവരവരുടെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം 27 പ്രാവശ്യം ഉള്ളിൽ ജപിക്കുക. ആ ജപിക്കുന്ന സമയത്ത് നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ നമ്മുടെ അമ്മയുടെ രൂപം മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ആ ദേവത സുസ്മേരവദനായി നമ്മുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ മന്ത്രത്തിന്റെ നിരന്തരമായിട്ടുള്ള ജപം ഈ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ ലയിപ്പിക്കുക. അങ്ങനെ ആ ജപം യാന്ത്രികമാകാതെ ഒരു മിനിമം സ്പീഡിൽ മാത്രം, സ്പീഡ് കൂട്ടാതെ ആ മന്ത്രം, ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, ഒരു അവയർനെസ് ഉണ്ടാകണം. മന്ത്രത്തിന്റെ അർത്ഥം
മനസ്സിലാക്കി ജപിക്കാൻ പറ്റണം. മനനാത് ത്രായതേ ഇതി മന്ത്രഃ. മനനം ചെയ്യുമ്പോൾ ത്രാണനം ചെയ്യുന്നത്, അതാണ് മന്ത്രം. അപ്പൊ അങ്ങനെ ആ മന്ത്രജപം തീർന്നു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അപ്പൊ നമ്മൾ ഇതുവരെ നമുക്ക് ഒരുപാട് ഫോഴ്സ് ആവശ്യമായിരുന്നു. യമനിയമ ആസന പ്രത്യാഹാര ആസന പ്രാണായാമം പ്രത്യാഹാര ധാരണ എന്നുള്ള സ്റ്റെപ്പ് വരെയാണ് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇനി ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ യാതൊരു എഫേർട്ടും കൂടാതെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന തേജോരൂപമാർന്ന സുസ്മേരവദനത്തോടുകൂടി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർണവർണ്ണമാർന്ന ആ രൂപത്തിലേക്ക്, അപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റ് അല്ല ഇവിടെ നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവത, മറിച്ച് നമ്മൾ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ദേവത. അതുകൊണ്ട് ആ രൂപത്തിൽ, ആ തേജോമയമാർന്ന രൂപത്തിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി ലയിപ്പിക്കുക. അപ്പോ ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുമ്പോൾ, ആ ലയാവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരബോധം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ മുഖവും ഒക്കെ വളരെ റിലാക്സ് ആയിരിക്കും. യാതൊരുവിധ ടെൻഷനും ശരീരത്തിൽ ഉണ്ടാകില്ല. കാരണം ശരീരബോധം വിട്ട് നമ്മൾ ആ ശരിക്കുള്ള ചൈതന്യ സ്വരൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ലയിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ആ ടെൻഷനൊക്കെ മാറി മനസ്സ് പരിപൂർണമായും ഫ്രീ ആയി ആ ചൈതന്യത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ആ ചൈതന്യം സാവധാനത്തിൽ വികസിച്ച് ആ രൂപത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആ ചൈതന്യ പ്രവാഹം അത് നമ്മുടെ ഹൃദയത്തെയും അതിവർത്തിച്ചുകൊണ്ട്, ആ ഹൃദയഭിത്തിയെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്ത നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ആ പ്രകാശം ഇങ്ങനെ വികസിക്കുന്നത്, സ്പ്രെഡ് ആകുന്നത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ സാവധാനത്തിൽ അത് വികസിച്ച് നമ്മുടെ ആന്തരികമായിട്ടുള്ള എല്ലാ അവയവങ്ങളിലേക്കും ഗ്രന്ഥികളിലേക്കുമൊക്കെ ആ പ്രകാശം, ആ ചൈതന്യധാര പ്രവഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ അത് നമ്മളുടെ എല്ലാ കോശങ്ങളിലേക്കും ഞരമ്പുകളിലേക്കും നാഡികളിലേക്കും എല്ലാ സ്ഥലത്തേക്കും തലച്ചോറിലേക്കും ഉൾപ്പെടെ വ്യാപരിച്ച് എപ്രകാരമാണോ ആ ഇഷ്ടദേവത പ്രകാശ സ്വരൂപമായിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ആ രീതിയിലേക്ക് പ്രകാശപൂർണമായി മാറുന്നത് തിരിച്ചറിയുക. നമ്മൾക്ക് എത്രമാത്രം സമയം ആ ഇഷ്ടദേവതയിൽ അല്ലെങ്കിൽ ആ ചൈതന്യത്തിന്റെ പരിപൂർണതയിൽ നാമരൂപരഹിതമായ
ആ പ്രകാശധാരയിൽ ഇരിക്കുവാൻ സാധിക്കുമോ, അത്രയും സമയം നമുക്ക് അങ്ങനെ ലയിച്ചിരിക്കാൻ സാധിക്കും. യാതൊരു എഫേർട്ടും കൂടാതെ നമ്മൾക്ക് മറ്റെല്ലാത്തിനെയും വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സ്വരൂപത്തിൽ ഇരിക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുമോ? അതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് സാവധാനം നമ്മുടെ ശരീരബോധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓങ്കാര മന്ത്ര ജപമാണ്. വളരെ സാവധാനത്തിൽ നമ്മൾ ഓം ജപിക്കുക. ഓ സാവധാനത്തിൽ നമ്മൾ ആ ഓങ്കാരം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരബോധത്തിലേക്ക് മനസ്സ് വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം കണ്ണു തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു ചെറിയ നിരീക്ഷണം. നമ്മൾ വളരെ കുറച്ച് സമയമാണ് ധ്യാനത്തിലേക്ക് ഒക്കെ പോയത്. പക്ഷെ ആ സമയമൊക്കെ മനസ്സ് പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നോ, അഥവാ വേറെ എവിടെയെങ്കിലും സങ്കല്പിച്ച് നടക്കുകയായിരുന്നോ? അതിനെക്കുറിച്ചുള്ളൊരു വിശകലനം, ഒരു ഒബ്സർവേഷൻ അനിവാര്യമാണ്. അത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സ് വെളിയിലേക്ക് പോയത്? എന്തുകൊണ്ട് ഇവിടെ ഏകാഗ്രപ്പെടുത്തുവാൻ, ലയിപ്പിക്കുവാൻ സാധിക്കുന്നില്ല? ആ പോരായ്മകളൊക്കെ കണ്ടുവച്ചിട്ട് വേണം അടുത്ത ധ്യാനത്തിൽ നമ്മൾ തയ്യാറാകുവാൻ. അങ്ങനെ അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ ഇഷ്ടദേവതയ്ക്കും നമ്മളുടെ വിനായകനും ഗുരുക്കന്മാർക്കുമൊക്കെ ഒരു നന്ദി മനസ്സുകൊണ്ട് അവരോട് എന്നും കടപ്പാട് നമുക്കുണ്ടായിരിക്കും. ഈ ഇങ്ങനെയുള്ള ജപധ്യാനാദികളിൽ അദൃശ്യമായി നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ ദേവതകൾക്കും എൻ്റെ സാഷ്ടാംഗ നമസ്കാരം, പ്രണാമം നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇന്നത്തെ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ധ്യാന ഇത് സമാപിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ മംഗള ശ്ലോകം ചൊല്ലാം. ഓ സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി എല്ലാവരും സാവധാനത്തില് കണ്ണു തുറക്കാം. പതിയെ നമ്മള് കൈകൾ രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി കണ്ണില് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ കണ്ണൊന്ന് റിലാക്സ് ആകും. സാവധാനത്തില് കൈ കാലെല്ലാം നിവർത്തി. അപ്പൊ നമ്മൾ ഇത്രയും കുറച്ചു നേരമാണ് ചെയ്തതെങ്കിലും ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉടനെ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് കടക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ ഒരു 2 ലൈനെങ്കിലും നമ്മളൊന്ന് വായിച്ച് പതിയെ മനസ്സിനെ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അങ്ങനെ കൊണ്ടുപോകാൻ പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി മറ്റുള്ളതിലേക്ക് പോകാതെ നോക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ചു കാര്യമാണ് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ആർക്കും കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഉള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റ് ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതൊന്ന് ഉറയ്ക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം, നമുക്കത് കറക്റ്റ് ചെയ്യാം. നമസ്തേ. നമസ്തേ സ്വാമിജി. രാജലക്ഷ്മി അക്ക, ഹരി ഓം. ഹരിയോം സ്വാമിജി. സ്വാമിജി ഇന്ന് ധ്യാനം ചെയ്യാൻ പറഞ്ഞ നന്നായിട്ട്, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അത്രയും ചെയ്ത സമയത്ത് മനസ്സിനെ വേറെ അങ്ങോട്ടും പോയില്ല, നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റി. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാല്, എനിക്ക് എപ്പോഴും ചെറുതിലേ തൊട്ട് എപ്പോഴും എന്ത് പറഞ്ഞാലും കൃഷ്ണ 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 എന്നായിരുന്നു പറയുന്നത്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞങ്ങളുടെ 4 വശത്തും ഓരോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അമ്പലത്തിലെ കൃഷ്ണനായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. പിന്നെ ഇപ്പൊ ഇന്ന് സ്വാമി ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെ എല്ലാവരും ഇഷ്ടദേവത എന്ന് പറയും. പക്ഷെ എനിക്ക് എന്റെ കാവുങ്കലമ്മയുണ്ട് ഇവിടെ അടുത്ത്. കാവുങ്കലമ്മയും കൃഷ്ണനും പിന്നെ മഹാദേവനുണ്ട്. ഞങ്ങളുടെ കിഴക്കുവശത്ത് നേരെ മിറ്റത്താ അത് മഹാദേവൻ. ഇവര് 3 പേരും എന്റെ ഇഷ്ടദേവതകളാ. ഞാൻ പിന്നെ സ്വാമിജി അങ്ങനെ പറഞ്ഞപ്പം മറ്റ് ദേവതരെ ഈ താമരപ്പൂവിലോട്ട് കൊണ്ടുവന്ന് കൃഷ്ണന്റെ രൂപത്തിലാക്കി അങ്ങനെ ജപിക്കുമായിരുന്നു. എന്നാലും എനിക്കൊരു മനപ്രയാസം അവരെ എന്റെ മഹാദേവനെയും കാവുങ്കലമ്മയും വിടുന്നത്. ഇല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ നമ്മൾ വിടുന്നില്ല. നമ്മൾ ഓരോ രൂപവും ഓരോ നാമവും നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വയ്യ. സ്വാമിജി, കറണ്ട് പോയി ഇവിടെ. കേൾക്കുന്നുണ്ടോ? കേക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ദേവതകളൊന്നും നമ്മളോട് കോപിക്കില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് നിൽക്കുന്ന രൂപത്തിലേക്കാണ് നമ്മളത് ഇതിനെ മെർജ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവരോട് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒറ്റ രൂപത്തിലേക്ക് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒറ്റ ചൈതന്യം തന്നെയാണ്. നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് ഒക്കെ. ഈ ജ്ഞാനത്തിന്റെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷനും അതുപോലെയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഒരേ ഒരു ചൈതന്യമേ കൂടി ഉള്ളൂ. അതിന് നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മഹർഷിമാർ ഇങ്ങനെ പല രൂപങ്ങളൊക്കെ തന്നിട്ടുള്ളൂ. നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഹരി ഓം. കിരൺ അണ്ണ, ഹരി ഓം. ഹരി ഓം സ്വാമിജി. എങ്ങനെ? ഹരി ഓം. ചിന്മുദ്രയെ പറ്റി പറഞ്ഞല്ലോ. അതെ. ചില ചിത്രങ്ങളില് ചിന്മുദ്ര ചൂണ്ടുവിരല് തള്ളവിരലിന്റെ നടുക്കായിട്ട് പിടിക്കുന്നുണ്ട് ധ്യാനിക്കുന്ന രീതിയുണ്ട്. തെറ്റാണ്. നമ്മുടെ ആ ഒരു പൾസേഷൻ നമുക്ക് അവിടെ കിട്ടില്ല. ആ പൾസേഷൻ കിട്ടുന്ന സ്ഥലമാണ് അതിന്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീവാത്മ പരമാത്മ ഐക്യം അല്ലെങ്കിൽ ഈ എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ കറക്റ്റ് ആകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ സെൻസേഷൻ ഉള്ള പോയിന്റിൽ തന്നെ കൈ വരണം. ഈ നടുക്ക് പിടിക്കുമ്പോൾ അത് വരില്ല, ആ പൾസേഷൻ അവിടെ ഫീൽ ചെയ്യില്ല. പല മഹായോഗികളും അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അവര് തെറ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് പറയുന്നത്? മഹായോഗികളും അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ല, യോഗികളുടെ പടം വരച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും. ശരിക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അത് തെറ്റായിട്ടുള്ള പടമാണത്. ഗുരുദേവനൊക്കെ ഇങ്ങനെ തന്നെയാണോ? അതെ, ചിന്മുദ്രയൊക്കെ പിടിച്ചിരിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ്. ചില പടത്തില് ഇപ്പൊ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരാരും അങ്ങനെ മാറ്റി പിടിച്ചിട്ടില്ല. അതിന് മുൻപുള്ളവരെയൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ അത് അവർക്ക് അറിഞ്ഞുകൂടാതെ, ഇതിന്റെ ശാസ്ത്രീയ വശം അറിഞ്ഞുകൂടാതെ അവർ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന. സ്വാമി വിവേകാനന്ദൻ ശരിക്കും അല്ല, പക്ഷെ അതൊരു തെറ്റായൊരു മെസ്സേജാണ്. കാരണം വിവേകാനന്ദ സ്വാമി ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ചട്ടമ്പി സ്വാമിയുടെയും ചിന്മുദ്ര പഠിച്ചു എന്ന് പറയുന്നത് തെറ്റായ ഒരു അറിവാണ്.
കാരണം അവരെല്ലാം വലിയ വലിയ ഗുരുക്കന്മാരാണ്. അവര് ഈ ചിന്മുദ്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മികമായിട്ട് ഇതിൽ വരുമ്പോൾ ആദ്യമേ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ഇവിടെ മലയാളികളായിട്ടുള്ള ആരോ അതിനെ തെറ്റായി ധരിപ്പിച്ചു വിട്ടതാണത്. കാരണം വിവേകാനന്ദ സ്വാമി അതെല്ലാം വിവേകാനന്ദ ക്ലിയർ ആവുന്നില്ല. സാഹിത്യ സർവ്വത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവ്വം എന്ന ബുക്കിൽ ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവ്വത്തിൽ വരില്ല, അല്ലാത്ത ബുക്കിലേ വരുള്ളൂ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമി അമേരിക്കയിലും പല സ്ഥലങ്ങളിലും പോയി പ്രഭാഷണങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ഈ കാര്യം വരുന്നില്ല. മറ്റ് പലരും എഴുതിയ ചില ബുക്കുകളിൽ അത് വന്നിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. ഹരിയോ. ഹരിയോം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഹരിയോ. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ ലാലിയക്ക? ഹരിയോം സ്വാമിജി. അപ്പൊ ഇങ്ങനെ ധ്യാനത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ടും പറഞ്ഞു തന്നത്. എനിക്ക് തോന്നുന്നു ധ്യാനത്തിനെ പറ്റിയാണ് പലവർക്കും പല സംശയങ്ങളുള്ളത്. ഇന്ന് പല രീതിയിൽ സ്വാമിജി പറഞ്ഞ് എഫേർട്ട്ലെസ് കോൺസെൻട്രേഷൻ, അതാണ് ധ്യാനം എന്ന് പറഞ്ഞു തന്നു. പലർക്കും ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഓരോ ഡെഫിനേഷൻസ് തരുന്നുണ്ട്. അതായത് ഇത് ഏറ്റവും സിമ്പിളായിട്ടും പ്രാക്ടിക്കലായിട്ടും ഇന്ന് നമ്മളിത് കണ്ടു. സ്വാമിജിക്ക് എല്ലാവരുടെ പേരിലും നമ്മുടെ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരിയും. അപ്പം നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനിയും ഇത് ക്ലോസ് ചെയ്യാം. അടുത്ത ചൊവ്വാഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഹരിയും. ഹരിയോം. ഹരി